എങ്ങോട്ട് നോക്കിയാലും ശരണം വിളികളും അതുപോലെ ചെണ്ടവാദ്യങ്ങളും മാത്രമാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ കാണാൻ കഴിയുക. നമസ്കാരം, എല്ലാവർക്കും ചിത്തൂർ ചാനയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ബത്തേരി മഹാമാരിയമ്മ ക്ഷേത്രാങ്കണത്തിലാണ്. ഇവിടെ അയ്യപ്പ വിളക്ക് മഹോത്സവം നടക്കുകയാണ്. ഇന്ന് ഡിസംബർ 16 ഡിസംബർ 16 അയ്യപ്പ വിളക്ക് മഹോത്സവം കൊണ്ടാടുന്നത്. അതിന്റെ ഐതിഹ്യവും അതിന്റെ കാഴ്ചകളും ഒക്കെ കാണാനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ കൊല്ലം അയ്യപ്പ വിളക്ക് മഹോത്സവത്തിന്റെ കാഴ്ചകളൊക്കെ നമ്മൾ വീഡിയോയിൽ ചെയ്തിരുന്നു. അതുപോലെ ഇതിന്റെ ഷോർട്ട് ചെയ്തിരുന്നു. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഒക്കെ കൊടുക്കാം. അപ്പോൾ ഒരു 6 മണിയോട് കൂടി, വൈകുന്നേരം 6 മണിയോട് കൂടി, ദീപാരാധനയോട് കൂടി നമ്മള് പന്തഞ്ചിറ ഗുളികങ്കാവിൽ നിന്ന് ഒരു പാലക്കൊമ്പ് എഴുന്നള്ളിക്കുന്നുണ്ട്. അത് ആ പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്ന ക്ഷേത്രം, അതായത് വാഴപ്പോള കൊണ്ടൊക്കെ ഉണ്ടാക്കിയ അവരുടെ പള്ളിയും അയ്യപ്പ ക്ഷേത്രവും ഒക്കെ ഉണ്ട്, അതിലേക്ക് എത്തിച്ചേരുകയാണ്. അത് കഴിഞ്ഞ് രാത്രിയാണ് മറ്റു കലാപരിപാടികളൊക്കെ നടക്കുന്നത്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം. എപ്പോഴും പറയാറില്ല പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നത്, ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോരോ. ഓക്കെ, നമ്മള് മാരിയമ്മ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ ക്ഷേത്രത്തെ കുറിച്ച് ഞാൻ കൂടുതൽ ഉൾപ്പെടുത്തി കാണിക്കുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ എത്രയോ വീഡിയോസുകളിൽ നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ ഭംഗിയും മുറ്റവും ഒക്കെ കാണിച്ചിട്ടുള്ളതാണ്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഈ ക്ഷേത്രമൊക്കെ വളരെ പരിചയമുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരുപാട് വീഡിയോ ചെയ്യാണ്ട്, അതുകൊണ്ട് വേഗം കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ ഈ അയ്യപ്പ വിളക്കിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, അയ്യപ്പന്റെ ചരിത്രം, ജീവചരിത്രമാണ് അയ്യപ്പ വിളക്കിലൂടെ പറയുന്നത്. അയ്യപ്പൻ കുട്ടിയായിരിക്കുമ്പോൾ അയ്യപ്പനെ പന്തളരാജന് കിട്ടുന്നതും അവിടുന്ന് പന്തളരാജൻ അയ്യപ്പനെ വളർത്തി വലുതാക്കുന്നതും, പിന്നെ അതുപോലെ തന്നെ മഹിഷിമർദ്ദനം, വാവരുമായിട്ടുള്ള യുദ്ധം, അത് കഴിഞ്ഞിട്ട് പിന്നെ വാവരെ സുഹൃത്താക്കി മാറ്റുക, അങ്ങനെയുള്ള അയ്യപ്പന്റെ ജീവിത ചരിത്രം മുഴുവനാണ് ഈ അയ്യപ്പ വിളക്കിലൂടെ ആടുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ക്ഷേത്രമുറ്റത്ത് ഒരു ക്ഷേത്രം, ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ശബരിമല, ഒരു മാളികപ്പുറം ക്ഷേത്രം, അതുപോലെ തന്നെ വാവരുടെ ഒരു പള്ളി, ഇതെല്ലാം നിർമ്മിച്ചിട്ട് ഇവിടേക്ക് ഒരു പാലക്കൊമ്പ് എഴുന്നള്ളത്ത് വരികയാണ്. നമ്മുടെ പന്തഞ്ചിറ ഗുളികങ്കാവിൽ നിന്നൊരു പാലക്കൊമ്പ് എഴുന്നള്ളത്ത് ദീപാരാധനയോടനുബന്ധിച്ച് ഇവിടെ എത്തുകയും അതിനുശേഷം ഇവിടുത്തെ പൂജാ കാര്യങ്ങളൊക്കെ നടക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അയ്യപ്പ ചരിത്രം മുഴുവൻ ഒരു കഥാരൂപത്തിൽ, ഒരു പാട്ടും കഥയൊക്കെ ആയിട്ടുള്ള രീതിയിൽ ആടി തീർക്കുകയാണ്. ആ കാഴ്ചയാണ്, അത് രാത്രിയാണ്, ഒരുപാട് രാത്രിയൊക്കെ ആയിട്ടാണ് പരിപാടി, 12 മണിയൊക്കെ ആവും. അപ്പോൾ അത് നമ്മൾ മാക്സിമം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും സമയം നമുക്ക് ഷൂട്ട് ചെയ്യാം എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ബാക്കി കാഴ്ചകൾ, ഇവിടുത്തെ ക്ഷേത്രങ്ങളും പള്ളിയൊക്കെ ഒരുക്കിയിരിക്കുന്ന ആ കാഴ്ച കൂടെ കാണാം നമുക്ക്. ഇതാണ് നമ്മുടെ ബത്തേരി മാരിയമ്മ ക്ഷേത്രം. ഈ ക്ഷേത്രാങ്കണത്തിൽ തന്നെയാണ് ഈ അയ്യപ്പ വിളക്കിനുള്ള വേദിയൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ചെറിയ ഇതിന്റെ നിർമ്മാണത്തിന്റെ ഷോട്ട് ചെയ്തിരുന്നു. അപ്പൊ ഇതുണ്ടോ, അത് പൂർണ്ണമായി എന്നുള്ളതാണ്. ഒരു ശബരിമല 18ാം പടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ശബരിമല ക്ഷേത്രം തന്നെ നമുക്ക് കാണാം. അതിന്റെ ഇവിടുന്ന് വലതുഭാഗത്തായിട്ട് വാവരുടെ പള്ളി നമുക്ക് കാണാം എന്നുള്ളതാണ്. വാവരുടെ പള്ളി കഴിഞ്ഞ മാളികപ്പുറം ക്ഷേത്രം കാണാം. അപ്പൊ ഇതൊക്കെ വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കംപ്ലീറ്റ് ഈ വാഴപ്പോള, നമ്മൾ പറഞ്ഞല്ലോ, കുരുത്തോല, വാഴപ്പോളയൊക്കെ കൊണ്ടാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മിനുക്ക് പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ അയ്യപ്പ വിളക്ക് മഹോത്സവത്തിന്റെ ഇവിടുത്തെ സംഘാടക സമിതി തന്നെ പറയാല്ലേ, വിളക്ക് സംഘം ആണ് ഇവർ ഓരോരുത്തരും. ഇത് എന്റെ പ്രിയ സാറാണ്, എന്നെ പഠിപ്പിച്ചിട്ടുള്ള മദൻലാൽ സാറാണ്. ഒരു പ്രത്യേക നന്ദി കൂടെ ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. ഈ അയ്യപ്പ വിളക്ക് എന്ന് പറയുമ്പോൾ അയ്യപ്പന്റെ ജീവിത ചരിത്രമാണല്ലോ നമ്മൾ മുഴുവൻ പാടി വരുന്നത്, അല്ലെ? അപ്പൊ ഈ പാലക്കൊമ്പ് എഴുന്നള്ളത്തിന്റെ ഒരു പൊരുളെന്താ, എങ്ങനെയാണത്? പാലക്കൊമ്പ് എഴുന്നള്ളത്ത് അയ്യപ്പൻ വിളക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ്. പാലക്കൊമ്പ് എഴുന്നള്ളത്ത് അയ്യപ്പൻ വിളക്ക് നടത്തുന്ന ക്ഷേത്രത്തിൽ നിന്നും നിശ്ചിത അകലത്തില് ഒരു ദേവീ സങ്കല്പം പാലയില് സങ്കല്പിക്കുന്നു. അതിന് പ്രതീകമായിട്ട് പാലമരം അവിടെ നാട്ടി അതിന് ദേവിയെ പാലയിലേക്ക് അവിടെ ആവാഹിക്കുന്ന ചടങ്ങുകൾ ആ സമയത്ത് നടക്കും. ആ സമയം കൊണ്ട് ഉത്സവം നടക്കുന്ന, നമ്മളിപ്പോ തയ്യാറാക്കിയിരിക്കുന്ന ഈ അമ്പലങ്ങൾ, അയ്യപ്പന്റെ അമ്പലമുണ്ട്, ഭഗവതിക്ക് ക്ഷേത്രമുണ്ട്, വാവരുടെ പള്ളിയുണ്ട്. ഇവിടുന്ന് എഴുന്നള്ളത്തായിട്ട് ഭഗവതിയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അയ്യപ്പനും പരിവാരങ്ങളും ഭഗവതിക്ക് എഴുന്നള്ളി വരാൻ ആവശ്യമായിട്ടുള്ള, ഭഗവതി എഴുന്നള്ളി വരുമ്പോഴുള്ള സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. നാന്തകവാള് വേണം, അത്തരമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുത്തുവിളക്ക് വേണം, വാൽക്കണ്ണാടി വേണം. ഇത്രയും ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് അയ്യപ്പന്മാരെയും കൂട്ടിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ പോവുകയാണ്. അങ്ങനെ ഭഗവതിയെ കുടിയിരുത്തിയിരിക്കുന്ന സ്ഥലത്തെത്തി നമ്മൾ പന്തഞ്ചിറ കാവ്, ബത്തേരിയിൽ നടന്ന സമയത്ത് പന്തഞ്ചിറ കാവിലെത്തി. അവിടെ നിന്ന് പൂജ കഴിഞ്ഞ് നമ്മളിവിടെ ഭഗവതി സങ്കല്പത്തില്
കോമരമായി കെട്ടുന്ന ആളുകൾ പോയിട്ട് അവിടുന്ന് ആ ഭഗവതിയെ അവിടുന്ന് ആവാഹിച്ച് എഴുന്നള്ളാട്ട് അയ്യപ്പന്മാരുടെ ഒരു വലിയ ഭക്തി നിർഭരമായിട്ടുള്ള ഒരു ചടങ്ങാണ് പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് ഭഗവതിയെ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ള അമ്പലത്തിൽ കൊണ്ട് പ്രതിഷ്ഠിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളിവിടുന്ന് പോകുന്നവരെ ഇന്ന് നടക്കുന്ന എല്ലാ ചടങ്ങുകൾക്കും അയ്യപ്പൻ നമ്മൾ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പൂജാ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും. പക്ഷെ ഭഗവതി ഇവിടെ വന്നു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഈ ക്ഷേത്രത്തിലേക്ക് ഭഗവതി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭഗവതിയുടെ വടക്കൻ വാതിലാണ് ഇവിടെ തയ്യാറാക്കിയ ഒരു പ്രത്യേക പേർക്ക് വടക്കൻ വാതിൽ. ഭഗവതി വടക്കൻ വാതിലായിരിക്കും പിന്നെ നടക്കുന്ന പൂജകളും ഇതിന്റെ പ്രാധാന്യങ്ങളൊക്കെ കിട്ടുന്നത് ഭഗവതിക്ക് പ്രാധാന്യം കൊടുത്തുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇതിനെ തുടർന്നാണ് രാത്രി എഴുന്നള്ളത്ത് വന്നു കഴിഞ്ഞ് ഇവിടെയുള്ള പൂജാ ചടങ്ങുകളൊക്കെ അവസാനിച്ച് അയ്യപ്പന്റെ കഥ ഉടുക്ക് കൊട്ടി ഞങ്ങൾ പാടും. ഭക്തരെ കേൾക്കാൻ വേണ്ടിയിട്ട് അയ്യപ്പന്റെ കഥ, അതിൽ ഗുരുവിനെ സ്മരിച്ചുകൊണ്ടുള്ള ഭജന ഉണ്ടാവും. അതിനുശേഷം ഗണപതിയുടെ ജനനമായിട്ടുള്ള കഥകൾ പാടും. ഭഗവതിയുടെ വരവും കാര്യങ്ങളും ദാരികന്റെ വധം നമ്മളിവിടെ ഇങ്ങനെ പാടി അവതരിപ്പിക്കും. അതിനുശേഷം അയ്യപ്പന്റെ കഥ, അയ്യപ്പൻ ജനിച്ചത് മുതലുള്ള കഥ പൂർണ്ണമായിട്ടും അയ്യപ്പന്റെ ജനനവും അയ്യപ്പന്റെ ജാതകം കൂടി വായിച്ചതിന് ശേഷമാണ് ആ പാട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നത്. ആ ചടങ്ങ് അവസാനിപ്പിക്കാൻ നമുക്ക് അടുത്ത ചടങ്ങ് വേട്ടവിളി എന്ന് പറയുന്ന രണ്ടാമത്തെ അതിന്റെ ചടങ്ങിലേക്ക് നമ്മൾ മാറുകയാണ്. ഇതൊരു രാത്രി ഒരു 1-2 മണിയാവുന്ന സമയത്ത് പേട്ടവിളിക്ക് ഇതേപോലെ നമ്മൾ എഴുന്നള്ളത്തിന് എങ്ങനെയാണോ പോയത് അതുപോലത്തെ തൊട്ടടുത്തൊരു സ്ഥലത്ത് പോയിട്ട് തിരിച്ച് ഭഗവതിയും പരിവാരങ്ങളും ഇങ്ങോട്ട് തിരിച്ചു വരുന്നു. ആ സമയത്തേക്ക് ഇവിടെ നമ്മുടെ ആഴി പൂജ നടന്നിട്ടുണ്ടാവും. അതിലേക്ക് ആഴി പൂജ കഴിഞ്ഞ് കനലാട്ടത്തിനുള്ള സമയമാണ്. അപ്പോൾ ഈ ഭഗവതിയും ഇവിടെ ശബരിമലയ്ക്ക് മാലയിട്ടുള്ള മുഴുവൻ അയ്യപ്പ ഭക്തരും എല്ലാവരും കനലാട്ടം നടത്തി ആ കനല് കെടുത്തി തിരിച്ചു വരും. അതിനുശേഷമാണ് ഇതിൽ തന്നെ എഴുന്നള്ളത്ത് പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങ്, സമാപനത്തിലേക്ക് നടക്കുന്ന ഒരു ചടങ്ങാണ് നമുക്ക് തിരിയൊഴിച്ചില്, പാൽക്കിണ്ടി, അയ്യപ്പനും അവരുമായിട്ടുള്ള വെട്ടും തടവ്. അത് കഴിഞ്ഞ് ആ സമയത്തുള്ള ഭഗവതിയുടെ ഗുരുസി അർപ്പണത്തോടു കൂടി നമ്മൾ ഈ ചടങ്ങുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു പൂർണ്ണമായിട്ടും അയ്യപ്പന്റെ ഒരു ചരിത്രം, ഒരു കല, അതും ഭക്തി ചേർന്ന് വളരെ ഭക്തിപൂർവ്വം ആഘോഷിക്കുന്ന കലാപരമായിട്ടുള്ള ഒരു ചടങ്ങ്. സ്വാഭാവികമായിട്ട് ഇത് ഇപ്പൊ ഇത്രയും അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള നല്ല കലാകാരന്മാർ തന്നെയാണ്. കേവലം നമുക്ക് ആർക്കെങ്കിലും വന്നുകൊണ്ട് ഇങ്ങനെ ക്ഷേത്രം പെട്ടെന്ന് ഉണ്ടാക്കാന്നുള്ള സാധ്യമല്ല. അതിൻ്റെ ഒരു ഐഡിയ വേണം, അതെങ്ങനെ വേണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വളരെ കലാകാരന്മാരായിട്ടുള്ള ആളുകൾ കൂടെയുണ്ട്. അതിൻ്റെ കൂടെ ഭക്തിയും കൂടി ചേർത്താണ് ഇവിടെ ഈ ഒരു ഇത്തരത്തിലുള്ള അയ്യപ്പൻ വിളക്കുകൾ നടക്കുന്നത്. ശരിക്കും പിന്നെ മലബാറിലതുപോലെ തന്നെ തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലൊക്കെ വളരെ വ്യാപകമായിട്ട് ഈ സമയത്ത് നടക്കുന്ന ഈ മണ്ഡലകാലത്ത് നടക്കുന്ന ഒരു ചടങ്ങാണ് അയ്യപ്പൻ വിളക്ക്. എന്തായാലും വളരെ നന്ദി സാർ, ഇങ്ങനെ ഈ ഒരു ചുരുങ്ങിയ സമയത്ത് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇതിനെക്കുറിച്ചൊരു രത്ന ചുരുക്കം പറഞ്ഞു തന്നില്ല. അങ്ങനെ ഏകദേശം സമയം ഉച്ചയായി. നമ്മൾ അന്നദാന പുരയിലേക്ക് കയറുകയാണ്. നല്ല ഗംഭീരമായ അന്നദാനമാണ് നടക്കുന്നത്. അപ്പൊ ഒരുപാട് ഭക്തജനങ്ങൾ, വയനാടിന്റെ തന്നെ പല ഭാഗത്തു നിന്നുള്ള ഭക്തജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്, വിഷ് ചെയ്യുന്നതാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ശബരിമല മുൻ മേൽശാന്തിയാണ് ഇവിടെ അന്നദാനത്തിന് നേതൃത്വം നൽകുന്നതെന്നാണ്. സ്വാമിജി നമസ്കാരം. ഏഴിക്കോട് ശശി നമ്പൂതിരിയാണ് ശബരിമലയിലും ഗുരുവായൂരും മേൽശാന്തിയായിരുന്നതാണ്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഇവിടുത്തെ അയ്യപ്പ വിളക്ക് പടിപൂജയൊക്കെ നടക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് വൈകുന്നേരം കാണാം. അപ്പൊ എങ്ങനെയാണ് അന്നദാനം എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല ഗംഭീരമായ ചോറുണ്ട്. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ സാമ്പാറുണ്ട്, 2 സാമ്പാറല്ലേ, തോരനല്ലേ, തോരനുണ്ട്, കൂട്ടുകറിയുണ്ട്, അച്ചാറുണ്ട്. അപ്പൊ ഇതൊക്കെ പിന്നെ വാങ്ങി ഭക്തജനങ്ങള് ഇതൊക്കെ വാങ്ങി കഴിക്കാനുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് പിന്നെ അന്നദാനമൊക്കെ കഴിഞ്ഞ് മാരിമ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇപ്പൊ സന്ധ്യയായി. അപ്പൊ അതിന്റെ ഒരുക്കുപടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പന്തഞ്ചിറ ഗുളികങ്കാവിലാണ്, നമ്മുടെ കോട്ടക്കുന്ന് പന്തഞ്ചിറ ഗുളികങ്കാവ്. അപ്പൊ ഇവിടുന്നാണ് പാലക്കൊമ്പ് എഴുന്നള്ളത്ത് പോകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ദേവീ സങ്കല്പമാണ് പാലക്കൊമ്പിൽ എന്നുള്ളത്. അപ്പൊ ആ പാലക്കൊമ്പ് ഇവിടുന്ന് എഴുന്നള്ളിച്ചുകൊണ്ട് പോകണം. അപ്പൊ ഇതോടൊപ്പം തന്നെ തിരുനെല്ലി ഒരു ഗുളികങ്കാവുണ്ട്. അവിടുന്നുള്ള എഴുന്നള്ളത്തും കൂടെ നമ്മുടെ ടൗണിന്റെ ഒരു മധ്യഭാഗത്തായിട്ട് വന്ന് ചുങ്കം എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ജോയിന്റ് ആവുകയാണ്. അപ്പൊ ഇത് 2 പിന്നെ എഴുന്നള്ളത്തും കൂടിയാണ് നഗര പ്രദക്ഷിണം നടത്തി നമ്മൾ മാരിയമ്മ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അവിടെ പടിപൂജയും മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ രാവിലെ കണ്ട ആ ക്ഷേത്രം ഉണ്ടല്ലോ, ആ അയ്യപ്പ വിളക്ക് നടക്കുന്ന വേദിയിലേക്ക് ഈ എഴുന്നള്ളത്ത് കയറുന്നത്. ബാക്കി കാഴ്ചകൾ നമുക്ക് അവിടെ നിന്ന് കാണാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഇവിടുത്തെ ഒരുക്കങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ശ്രീ പന്തഞ്ചിറ ഗുളികങ്കാവ്. പന്തഞ്ചിറ ഗുളികങ്കാവിന്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ല ക്രൗഡാണ്, കാരണം വെച്ചാൽ നല്ല ശബ്ദം, ആളുകള്. അപ്പൊ ആ പരിമിതി അനുസരിച്ചാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. എന്നാലും നമുക്ക് ഇവിടെ ഒന്ന് കണ്ടു നോക്കാം ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ എന്തൊക്കെയായി നോക്കാം നമുക്ക്.
ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ പാലക്കൊമ്പ് എഴുന്നള്ളത്ത് ഈ പന്തഞ്ചിറ ഗുളികങ്കാവിന്ന് ഇവിടുന്ന് പുറപ്പെടുന്നതാണ്. അതിന്റെ ഒരുക്കുപടിയിലാണ്. അപ്പൊ ഒരുപാട് അമ്മമാര്, ഒരുപാട് കുമാരിമാര്, ഒരുപാട് കുട്ടികള്, എല്ലാ ഭക്തജനങ്ങളും ഒരേ മനസ്സോട് കൂടി ഒരേ ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതാനും നിമിഷങ്ങൾക്ക് നമ്മുടെ ഒരു നഗര പ്രദക്ഷിണം നടത്തി നമ്മൾ പറഞ്ഞ പോലെ തിരുനെല്ലി ഗുളികങ്കാവിൽ നിന്നുള്ള എഴുന്നള്ളത്തും കൂടെ ടൗണിൽ വന്ന് ചേർന്നിട്ട് ഒരുമിച്ച് മാരിയമ്മ ക്ഷേത്രാങ്കണത്തിലേക്ക് പോകുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ പന്തഞ്ചിറ ഗുളികങ്കാവിൽ ആ പാലക്കൊമ്പ് എഴുന്നള്ളത്ത് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഈ നഗര പ്രദക്ഷിണം നടത്തിയതിനു ശേഷം നമ്മൾ പറഞ്ഞ പോലെ പിന്നെ തിരുനെല്ലി ഗുളികങ്കാവിലെ ഒരു പ്രദക്ഷിണം കൂടെ വരുന്നുണ്ട്, ഒരു എഴുന്നള്ളത്തും കൂടെ വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒത്തുചേർന്നിട്ട് മാരിയമ്മ ക്ഷേത്രാങ്കണത്തിലേക്ക് നഗര പ്രദക്ഷിണം ചെയ്ത് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇനി അധികം സംസാരിക്കാൻ പറ്റില്ല, നല്ല ക്രൗഡാണ്, നല്ല ശബ്ദമാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കും. അപ്പൊ ഇതിന്റെ എല്ലാം തൊട്ട് പിന്നിലായിട്ട് നമ്മുടെ പാലക്കൊമ്പ് എഴുന്നള്ളത്താണ് നടക്കുന്നത്. കണ്ടു നോക്കാം. നമ്മൾ ആ ദേവി സങ്കല്പം ആവാഹിച്ചുള്ള പാലക്കൊമ്പാണ് ഈ വരുന്നത്. അതിന് മുന്നോടിയായിട്ട് ഒരുപാട് ഒരുക്കങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. നേരത്തെ തന്നെ പന്തഞ്ചിറ ഗുളികങ്കാവിന് ആ എഴുന്നള്ളത്തിന് മുമ്പായിട്ട് പോന്നു. അത് ഏകദേശം പന്തഞ്ചിറ എന്നൊരു 3 കിലോമീറ്റർ നമ്മുടെ മാരിയമ്മ ക്ഷേത്രത്തിലേക്ക് സഞ്ചരിക്കാനുണ്ട്. നമ്മൾ രാവിലെ കണ്ടല്ലോ ഇവിടെ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചത്. അതിൽ 18 പടികളുണ്ട്. ഈ പടിപൂജ നടത്തുന്നുണ്ട്. ഈ പടിപൂജ എന്ന് പറയുന്നത് ദീപാരാധന സമയത്താണ് പടിപൂജ നടത്തുന്നത്. ഈ പടിപൂജ നടത്തുന്നത് ശബരിമല മുൻ മേൽശാന്തിയായ ഏഴിക്കോട് ഇല്ലം ശശി നമ്പൂതിരിയാണ്. ഇതിന്റെ നേതൃത്വത്തിലാണ് ഈ പടിപൂജ നടത്തുന്നത്. അതിങ്ങനെ പടിപൂജ നീണ്ടോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാനുണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ ഗുളികങ്കാവിൽ നിന്ന് വരുന്ന ആ പാലക്കൊമ്പ് എഴുന്നള്ളത്ത് ഇങ്ങോട്ട് എത്തുന്നത്. നമ്മള് ഈ അയ്യപ്പവിളക്ക് നടക്കുന്ന ആ ക്ഷേത്രം ഉണ്ടല്ലോ, ആ ക്ഷേത്രം, ആ വേദിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ശബരിമല മുൻ മേൽശാന്തി ശശി നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ പടിപൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കാം. പടിപൂജയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പടിപൂജ നടത്തുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ്. ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ കളക്ട് കാണാം. ഇത് വളരെ അനുഗ്രഹമായ, വളരെ സൗഭാഗ്യകരമായ ഒരു കാഴ്ച തന്നെയാണ്, ഭാഗ്യകരമായ ഒരു കാഴ്ച തന്നെയാണ് എന്നുള്ളതാണ് പടിപൂജ. നമുക്ക് ശബരിമലയിൽ പോയിട്ട് കാണാൻ കഴിയാത്തവർക്കൊക്കെ ഈ ഒരു അവസരമാണ്, അതിനുള്ളൊരു അവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ശബരിമല മുൻ മേൽശാന്തി ശശി നമ്പൂതിരി. അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വത്തിലാണ് ഇവിടെ പടിപൂജ നടക്കുന്നത്. വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഈ മാരിയമ്മ ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ നമ്മുടെ അയ്യപ്പവിളക്ക് നടക്കുന്ന ഈ വേദിയിൽ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ട ബാബരുടെ പള്ളിയും അതുപോലെ നമ്മുടെ ശബരിമല ക്ഷേത്രമൊക്കെ വളരെ ഗംഭീരമായ രീതിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാം. അതോടൊപ്പം തന്നെ ആ പടിപൂജ നമുക്ക് ഇവിടെ കാണാമെന്നുള്ളതാണ്. ഒരുപാട് ഭക്തജനങ്ങളാണ് ഇതിന് മുന്നിൽ ഒഴുകി തൊടുകയ്യാൻ നിൽക്കുന്നത് എന്നുള്ളതാണ്. എങ്ങോട്ട് നോക്കിയാലും ശരണം വിളികളും അതുപോലെ ചെണ്ടവാദ്യങ്ങളും മാത്രമാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ ഇവിടെ കാണാൻ കഴിയുക. ഈ ഒരു ഭക്തിസാന്ദ്രമായ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ഒരുപാട് ഭക്തജനങ്ങളാണ്
ഈ ക്ഷേത്ര ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നതാണ്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കുന്നുണ്ട്. ഒരുപാട് ഭക്തജനങ്ങൾ, അമ്മമാരുണ്ട്, കുമാരിമാരുണ്ട്, ഒരുപാട് ആളുകളെ നമുക്ക് അങ്കണത്തിൽ കാണാൻ കഴിയുന്നതാണ്. അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു ജനപ്രവാഹം, ഭക്തി ജനപ്രവാഹം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ പന്തഞ്ചിറയിൽ നിന്നും അതുപോലെ തന്നെ തിരുനെല്ലി ഗുളികങ്കാവിൽ നിന്നും ഇറങ്ങിയിട്ടുള്ള 2 എഴുന്നള്ളത്ത് ഒരുമിച്ച് ചേർന്ന് നഗരപ്രദക്ഷിണം നടത്തി ഇനി നമ്മുടെ മാരിയമ്മ ക്ഷേത്രത്തിൽ നമ്മളിപ്പോ കണ്ട ആ അയ്യപ്പ വിളക്ക് നടക്കുന്ന വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അതിന്റെ സംഘാടക സമിതിയൊക്കെ മുൻനിരയിലുണ്ട്. അതുപോലെ ക്ഷേത്ര കൊടികൾ വഹിച്ചുകൊണ്ട് ഒരുപാട് ബാലന്മാര്, ഒരുപാട് കുട്ടികൾ അതിന് നേതൃത്വം വഹിക്കുന്നുണ്ട്. അതിന് മുമ്പാണ് കർപ്പൂര ആഴിയുണ്ട്, നമ്മൾ നേരത്തെ കണ്ട ആഴിയുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ ഇനി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ വളരെയധികം കണ്ണിന് കുളിർമയേകുന്ന, മനസ്സിന് കുളിർമയേകുന്ന ഒരു വളരെ ഭക്തി നിർഭയമായ, ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഈ ഗണപതി വട്ടം നഗരത്തിലൂടെ ഈ ഒരു ഇപ്പൊ സമയം രാത്രിയായി എന്നുള്ളത്. സന്ധ്യക്ക് നമ്മൾ ഇറങ്ങുന്നത് ഈ രാത്രിയിൽ നമുക്കിവിടെ കാണാനും ആസ്വദിക്കാനും ഒക്കെ കഴിയുന്നത്. എല്ലാവരും എവിടെ നോക്കിയാലും അയ്യപ്പ നാമ ജപങ്ങളോട് കൂടി തന്നെയാണ് പോകുന്നത്. നമ്മൾ അവിടുന്ന് നേരത്തെ കണ്ടല്ലോ, പന്തഞ്ചിറ ഗുളികങ്കാവിന്ന് ഇറങ്ങിയിരിക്കുന്ന കോമരങ്ങള്, അതുപോലെ വാമരുണ്ട്. അങ്ങനെ എല്ലാ ഒരു സംഘം തന്നെയാണ്. എല്ലാവരും സംഘത്തോടു കൂടിയാണ് ആ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചുകൊണ്ട് നമ്മൾ മാരിയമ്മ ക്ഷേത്രത്തിലേക്ക്, ആ അയ്യപ്പ വിളക്ക് നടക്കുന്ന വേദിയിലേക്ക്, ആ ക്ഷേത്ര പരിസരത്തേക്ക് എത്തുന്നതെന്നുള്ളതാണ്. ഇനി ഏതാനും നിമിഷങ്ങളോളം നമ്മൾ മാരിയമ്മ ക്ഷേത്രത്തിലേക്ക് നമ്മൾ ആ അയ്യപ്പ വിളക്ക് നടക്കുന്ന ആ വേദിയിലേക്ക്, ക്ഷേത്രത്തിലേക്ക് ഇത് സമർപ്പിക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ പന്തഞ്ചിറ ഗുളികങ്കാവിൽ നിന്ന് പുറപ്പെട്ടുള്ള പാലക്കൊമ്പ് നമ്മുടെ മാരിയമ്മ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ ഉള്ള ഒരു എഴുന്നള്ളത്താണ് നമ്മുടെ ഈ മാരിയമ്മ ക്ഷേത്രാങ്കണത്തിൽ വന്നിട്ട് സമാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരുവശത്തും ഒരുപാട് ഭക്തജനങ്ങളാണ് ഈ ഒരു ആഘോഷത്തിൽ പങ്കുചേരാനായിട്ട് ഭക്തി നിർഭയമായിട്ട് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ്. കർപ്പൂരാഴിയൊക്കെ ഗംഭീരമായി കത്തിയാളി പിടിച്ചിട്ടാണ് ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ വർണ്ണിച്ചാലും മതി വരാത്തൊരു മനോഹര കാഴ്ചയാണ് നമുക്ക് ഈ മാരിയമ്മ ക്ഷേത്രാങ്കണത്തിൽ ഇന്ന് പിന്നെ അയ്യപ്പ വിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് കാണാൻ കഴിയാന്നുള്ളതാണ്. വളരെ 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 ഗംഭീരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മുടെ മാരിയമ്മ ക്ഷേത്രാങ്കണത്തിൽ നടന്ന അതിഗംഭീരമായ നമ്മുടെ അയ്യപ്പ വിളക്ക് മഹോത്സവത്തിന്റെ സമാപന സമയത്തേക്ക് എത്തിയിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ അവിടുന്ന് കണ്ടല്ലോ നമ്മുടെ പിന്നെ പന്തഞ്ചിറ ഉളിയങ്കാവിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന പാലക്കൊമ്പ് നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക് കയറിയിരിക്കുകയാണ്. തൽക്കാലമായിട്ട് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനിയൊരു കരിമരുന്ന് പ്രയോഗമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അടുത്ത പരിപാടി തുടങ്ങുന്നത്. പിന്നെ പാൽക്കണ്ടിയാട്ടം, വെട്ടും തടവും, അങ്ങനെയൊക്കെ ഒരുപാട് അയ്യപ്പൻ്റെ കഥകൾ മുഴുവൻ ആടിപ്പാടി ഉടുക്ക് കൊട്ടി ആടിപ്പാടുക എന്നുള്ളതാണ്. പുലർച്ചെ കനലാട്ടമുണ്ട്. അങ്ങനെ നേരം പുലർച്ചെ 5 മണി വരെയാണ് ഇനി പ്രോഗ്രാം. അത് രാത്രിയാണ് മെയിനായിട്ട് ഈ അയ്യപ്പവിളക്കിൻ്റെ പിന്നെ ഭാഗങ്ങളായിട്ടുള്ള കഥകളെല്ലാം പറഞ്ഞ് തീരുമ്പോഴത്തേക്കും നേരം വെളുക്കും എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ചെറിയൊരു സാഹചര്യ പ്രകാരം നമുക്ക് ഇന്ന് രാത്രി നിൽക്കാനുള്ള ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ അയ്യപ്പവിളക്കിൻ്റെ ഈ വെട്ടും തടവും അതുപോലെ പാൽക്കണ്ടി ആട്ടവും ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണാത്തവരാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇതേ ക്ഷേത്രത്തിൽ നടന്ന അയ്യപ്പവിളക്കിൻ്റെ ലിങ്ക്, അയ്യപ്പവിളക്കിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കും. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും പുതുമയുള്ള പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.